എങ്ങോട്ടാ? ഞാനൊന്ന് കൈമള സാറിന്റെ വീട് വരെ പോകും. ഞാൻ അവിടെ നിന്ന് കയറിയാലോന്ന് ആലോചിച്ചതാ. സാറിന് ഒരു നോ കണ്ടു, കാർ തുടങ്ങിയായിരുന്നു. അപ്പൊ ശരി, ഞാനെന്നാ കൂടെ ചെല്ലട്ടെ. ഓക്കെ ഓക്കെ. രജനിയുടെയും ഉണ്ണിയുടെയും പരീക്ഷ ഇപ്പോൾ കഴിയും. പിന്നെ രണ്ടുപേരെയും വീട്ടിലേക്ക് പറഞ്ഞയക്കണം. ഇനി അവരെ അവിടെ നിർത്തി പഠിപ്പിക്കാമെന്ന് വിചാരിക്കുക. ഇവിടെ നിന്നാൽ ശരിയാവില്ല. അമ്മയാണെങ്കിൽ മുമ്പേ പറയുന്നതാ അവരെ അവിടെ ചേർത്ത് പഠിപ്പിച്ചാൽ മതിയെന്ന്. സാർ നാട്ടിൽ പോകുന്നില്ലേ? ബസ് കയറ്റിവിട്ട് അവര് പൊയ്ക്കോളും. ഞാൻ പിന്നെ സ്കൂളിൽ ചേർക്കേണ്ട സമയമാകുമ്പോ പോയാൽ മതിയല്ലോ. പോയാൽ ആ തോമസ് ആയിരിക്കും. അച്ഛനുണ്ടോ? ഉണ്ട്. ഓഫീസിൽ ചെന്നപ്പോഴാ അറിഞ്ഞത്. അല്ലെങ്കിൽ രാവിലെ തന്നെ വരുമായിരുന്നു. ആദ്യം വിശ്വസിച്ചില്ല. വിശ്വസിക്കാൻ പറ്റാത്ത കാര്യങ്ങളായി ഇപ്പൊ അധികവും സംഭവിക്കുന്നു. എന്തായാലും വലിയ കഷ്ടമായിപ്പോയി. കേട്ടപ്പോൾ ഒരു ഷോക്ക് അടിച്ചതുപോലെയായിരുന്നു. കുറെ നേരം ഞാൻ തരിച്ചിരുന്നു. ഓർത്ത് വിഷമിച്ചിരിക്കുമ്പോഴാ ഓരോരുത്തരുടെ ചോദ്യം. സാറുമായിട്ടും ഈ വീടുമായിട്ടും ഞാൻ നല്ല അടുപ്പത്തിലാണെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ടാ. പോകുമ്പോ രാജം എവിടെ ഉണ്ടായിരുന്നോ? ഇല്ല. കുറെ നാളായി കാണാൻ തുടങ്ങിയിട്ട്. ഞാൻ എങ്ങനെ അറിയാഞ്ഞാ? എല്ലായിടവും തൂത്ത് പാത്രങ്ങളും കഴുകി വല്ലതും നനയ്ക്കാഞ്ഞുണ്ടെങ്കിൽ അതും ചെയ്തിട്ട് ഞാനങ്ങ് പോയില്ലേ. രാജമ്മ പോയി കഴിഞ്ഞാ പിന്നെ ഇവിടെ ആരും ഇല്ലല്ലോ. സുഖമല്ലയോ? കണ്ടാൽ ഇങ്ങനെ വല്ലതും തോന്നൂ. ശുദ്ധ പാവം. എന്നാലും ഒരു സംശയത്തിന് ഇടകൊടുക്കാതെ. ഭയങ്കര സാമർഥ്യം തന്നെ, സമ്മതിക്കണം. പാവം. നമുക്ക് പോകാം. ഞങ്ങളെന്നാ ഇറങ്ങട്ടെ. സാറ് ഒന്നുകൊണ്ടും വിഷമിക്കരുത്. പിന്നെ കാണാം. വാ. കുറച്ചു നേരം കൂടെ ഇവിടെ ഇരിക്കുന്ന ഞാൻ വിചാരിച്ചത്. സാർത്ത് പറഞ്ഞല്ലോ, അതർ പീപ്പിൾ ആർ ഹെൽ. അത് നേരാ. സങ്കടവും വിഷമവും അവമാനവും ഒക്കെ കാണാനാ മിക്ക ആളുകൾക്കും താല്പര്യം. അച്ഛാ, രാജമ്മ പോവാന്ന്. പൊയ്ക്കൊള്ളാൻ പറ. എല്ലാവർക്കും പറഞ്ഞു ചിരിക്കാനൊരു കാര്യമായി. ഭർത്താവിന്റെ കഴിവുകേട് കൊണ്ട് ഭാര്യ മറ്റൊരാളുടെ കൂടെ പോയി. ഉദ്യോഗവും പദവിയും മാന്യതയും ഒക്കെ ഉണ്ടായിട്ടെന്താ? ഒരു കഴിവുകെട്ടവൻ. സാറങ്ങനെ പറയുന്നത് കേട്ടപ്പോ ശരിക്കും സങ്കടം തോന്നി. കരഞ്ഞു പോകുന്ന പോലും തോന്നി. മാന്യത പോകുന്നതാണ് സാറിന്റെ പ്രശ്നം. മാന്യതയ്ക്ക് അടങ്ങിയൊതുങ്ങി കഴിയുന്ന ഒരു ഭാര്യയും വേണമല്ലോ. എല്ലാം ഇട്ടച്ചു പോയി സുശീല ചേച്ചിയുടെ ഭാഗം ഒന്ന് ആലോചിച്ച് നോക്കണം. എങ്ങനെയുള്ള ജീവിതം കിട്ടാൻ ആർക്കറിയാം? എല്ലാവരും കുറ്റപ്പെടുത്തുകയല്ലേ ഉള്ളൂ. എല്ലാവരുടെ കണ്ണിലും തെറ്റുകാരി, പിഴച്ചവൾ. ഇങ്ങനെയൊന്നും ഉണ്ടാവരുതായിരുന്നു. ഇനി പറഞ്ഞിട്ടെന്താ? ഉണ്ടായി കഴിഞ്ഞില്ലേ? ഇനി ആയതുപോലെ. ജീവിതം ഇത്ര നിസ്സാരാണോ? എന്തോ
ഒന്നുകൂടെ അവരെ ചെന്ന് കണ്ടാലോ? കണ്ടിട്ടോ? പറഞ്ഞു നോക്കാലോ. ഇനി അതിനൊന്നും പോകണ്ട. കഴിഞ്ഞത് കഴിഞ്ഞു. എനിക്ക് ഉറക്കം വരുന്നു. കിടക്കുന്നില്ലേ? നീ ഉറങ്ങിക്കോ. ഗിരി അതാ അവിടെ. എന്താ? ഇതുവഴി പോകുമ്പോ ഒന്ന് കാണാന്ന് കരുതി, അത്രേ ഉള്ളൂ. സുഖവിവരം അറിയാനായിരിക്കും. സുഖമല്ലേ? താങ്ക്സ്. വാ. നേര് പറഞ്ഞ എനിക്ക് മടുത്തു. മുമ്പത്തെ പോലൊക്കെ തന്നെ കഴിഞ്ഞാ മതിയായിരുന്നു. ഇതിപ്പോ ഒരു സ്വൈരക്കേടായി. ഈ കുടുംബജീവിതം എന്നൊക്കെ പറയുന്നത് എന്നെ കൊണ്ടൊന്നും പറ്റില്ല. വീട്ടിൽ നിന്നും 10 വയസ്സ് ചാടി പോന്നവനായ പിന്നീട് ഒരിക്കലും അങ്ങോട്ട് മടങ്ങിയിട്ടില്ല. സ്നേഹിക്കാനൊന്നും എനിക്കറിഞ്ഞൂടാ. തീപ്പെട്ടി സാറ് ഭക്ഷണം കഴിച്ചു കാണില്ലല്ലോ. ഷെയർ ചെയ്യാം, അല്ലെങ്കിൽ വാങ്ങിപ്പിക്കാം. വേണേ ഞാൻ വീട്ടിൽ പോയി കഴിച്ചോളാം. ഇറ്റ്സ് ഓക്കെ. വിരുന്ന് വരുമ്പോഴേക്ക് ഊണ് കഴിഞ്ഞല്ലോ. പാത്രത്തിലൊരു കീരത്തുണ്ടെങ്കിലും ബാക്കി കാണില്ലേ? അത് മതി. പേടിക്കണ്ട, ഞാൻ ഊണ് കഴിച്ചു. കയറിയിരിക്കൂ. വേണ്ട, ഞാനിവിടെ നിന്നോളാം. വേണി അവള് ഭയങ്കര ബിസിയാ. കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. വിശേഷം എന്തെങ്കിലും? വിശേഷമൊന്നുമില്ല, കുറച്ച് കഴിയട്ടെ. എങ്ങനെയുണ്ട് ജീവിതമൊക്കെ? ഗിരിയെ ഞാനവിടെ കണ്ടായിരുന്നു. എന്തു പറഞ്ഞു? ഒന്നും പറഞ്ഞില്ല. ഇങ്ങോട്ട് വരികയാണെന്ന് പറഞ്ഞിരുന്നോ? ഇല്ല. വീട്ടില് വീടിനെ കുറിച്ച് എന്തെങ്കിലും ഒരു ചിന്ത ഉണ്ടായിരുന്നു ഇങ്ങോട്ട് വരുമായിരുന്നു. സ്വന്തം സുഹൃത്തെ പറ്റി മാത്രമല്ലേ ആലോചിച്ചുള്ളൂ. മക്കളെ പറ്റി പോലും ഓർത്തില്ലല്ലോ. ബല, ക്ഷമിക്കണം, ഞാൻ എന്റെ വേദന കൊണ്ട് പറഞ്ഞു പോയതാ. ഒരു കുടുംബത്തിന്റെ തകർച്ച കാണേണ്ടി വരുന്നുള്ള സങ്കടം കൊണ്ട്. നിങ്ങൾക്ക് എനിക്ക് അത്രയും വേണ്ടപ്പെട്ടവരാണെന്ന് അറിഞ്ഞൂടെ? എനിക്കിപ്പോഴും പറയാനുള്ളത് നിങ്ങൾ തിരിച്ചു വരണമെന്നാ. തെറ്റുകൾ എല്ലാവർക്കും പറ്റും എന്ന് കരുതി തെറ്റുകളിൽ തന്നെ മുറുകി പിടിച്ച് കഴിയണമെന്നില്ല. തെറ്റാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് തിരുത്തുന്നതാണ് വിവേകം. തിരിച്ചു വരണം, എല്ലാം നേരെയാവും. ശാപം മാത്രമല്ല, മോക്ഷമുണ്ട്. മോക്ഷം ഇല്ല ബല, എനിക്ക് മോക്ഷമില്ല.